നമ്മൾ ചിരിക്കാൻ തോന്നുമ്പോൾ ചിരിക്കണം, കരയാൻ തോന്നുമ്പോൾ കരയണം. യെസ്. എൻ്റെ അച്ഛനൊക്കെ ഒരു ജ്യൂസ് കുടിക്കുന്നത് ഞാൻ കണ്ടത് പുള്ളിക്ക് ക്യാൻസർ വന്നതിന് ശേഷം, കീമോ ചെയ്തതിന് ശേഷം. ഇതെല്ലാം കണ്ടു വളർന്നപ്പോൾ നമുക്കും ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, രക്ഷപ്പെടണം. ആ നാട്ടിൽ ആ സമയത്ത് ഇൻസേർട്ട് ചെയ്ത് ബ്ലാക്ക് ഷൂ ഒക്കെ ഇട്ട് പോകുന്ന ഞാൻ മാത്രമേ സൈക്കിളിൽ തൂവലക്കൊട്ടാരത്തിൽ ചേരാൻ വേണ്ടാൻ പോണ പോലെ ഞാൻ ആ റൂട്ടിലൂടെ വീണ്ടും ഒന്നിയും തുടങ്ങി. മാത്രമൊക്കെ ഒരു 10 എത്തിയപ്പോൾ ഞാൻ ഒന്നിയും തുടങ്ങി. വീണ്ടും ഗോഡ് ഫാദർ ഇല്ലാതിരിക്കുന്ന ഒരു കണക്കിൽ നല്ലതാണ്. കണ്ണാടിക്ക് മുമ്പിൽ നിന്നിട്ട് അവസാനം നമ്മൾ ചിന്തിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ ഇവിടെ ജീവിച്ചോ ഈ ഭൂമി? പക്ഷെ ആ 12 മിനിറ്റ് അല്ലെങ്കിൽ 12 മിസ് കോളിൻ്റെ ഇടയിൽ ആ വ്യക്തി ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ആലോചിച്ചു. പക്ഷെ ഒരു സ്പേസിലെങ്കിലും നമ്മളാകണം. എനിക്ക് കുറേ ഭാഗ്യക്കേട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഫ്ലവേഴ്സിനൊക്കെ വേണ്ടിയിട്ട് പോയിട്ട് ഡ്രസ്സെല്ലാം വാങ്ങിച്ചിട്ട് പോയിട്ട് എന്താണ് കാരണമെന്ന് അറിയാണ്ട് പോലും തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ അത് അവർ ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരു തീരുമാനം എടുക്കുകയാണ്, ഒരു ആങ്കർ മതി എന്നുള്ളത്. ഒരാളില്ലാത്ത സ്പേസിലല്ല അയാളെക്കുറിച്ച് പറയേണ്ടത്. അത് എത്ര വലിയ കൂട്ടുകാരാണെങ്കിലും അയാളെക്കുറിച്ച് പറയാനുള്ള അയാളുടെ മുഖത്ത് നോക്കിയാണ് പറയുന്നത്. നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി പോയി കഴിഞ്ഞാൽ കുറേ പേരെ പിന്നെയും കിട്ടും. അതുപോലത്തെ ഒരു വ്യക്തിയെ പിന്നെ ഒരിക്കലും കിട്ടില്ല. ഇപ്പം നമ്മൾ കരിയർ വൈസ് ആണെങ്കിലും ലൈഫിലാണെങ്കിലും ഡിസിഷൻ എടുക്കുക എന്ന് പറയുന്നത് വലിയ മാറ്ററാണ്. ഇപ്പം ഡിസിഷൻ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ പാളിപ്പോയാൽ വലിയ ചേഞ്ചസ് നമ്മുടെ ലൈഫിലുണ്ടാവും. ഇപ്പം ചേട്ടൻ്റെ ഒരു ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ ബാക്ക് ടു ഒരു 2008-9 അങ്ങനെ ആ ഒരു ടൈമിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പം എന്താ ആർജെ എന്നുള്ളൊരു കാറ്റഗറിയിലേക്ക് തന്നെ ആദ്യമായിട്ട് സെലക്ട് ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഫൈനാൻഷ്യൽ അങ്ങനെ കുറച്ച് മാറ്റർ വന്നു. അതിലേക്ക് വേറൊരു ഇതിലേക്ക് ജമ്പ് ചെയ്തു. പിന്നെ അതിനുശേഷം ആർജി മാത്തുക്കുട്ടി ചേട്ടൻ ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? ആ ഒരു ജേണിയിൽ ഒരു ഗ്യാങ് ആയിരുന്നു. അവർ സ്റ്റാർ ആവുന്നു, അത് കാണുന്നു. ഞാൻ ചെയ്തതിൽ എടുത്ത ഡിസിഷനിൽ എന്തോ ഒരു പാളിച്ച ഉണ്ടായി എന്നുള്ള. അപ്പൊ എങ്ങനെയായിരുന്നു അത് ഓവർകം ചെയ്തത്? മീൻസ് നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ സ്റ്റഫ് ഉണ്ട് എന്നുള്ളത്. അത്യാവശ്യം പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ കള്ളം പറയാൻ പറ്റില്ലല്ലോ. കള്ളം പറയാൻ സമ്മതിക്കില്ല. ഇല്ല, ഇത് എന്താ അറിയോ, അന്നും നമുക്ക് അറിയില്ലല്ലോ ഈ റേഡിയോന്റെ ഒക്കെ ഒരു പ്രസക്തി എന്തെന്നുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇങ്ങനെ വളരെ സന്തോഷമായിട്ടിരിക്കണമെന്ന് വെച്ചാൽ, ഇപ്പോൾ ചിലപ്പോൾ ഈ വീഡിയോന്റെ ഒക്കെ താഴെ കമന്റ് വരും, അതിന് ഇവനാരാ എന്നൊക്കെ ചോദിച്ചിട്ട് വരാം. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് ഈ പറയണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ അത്രമാത്രം ഒരു പാവപ്പെട്ട കുടുംബത്തിൽ നിന്ന് വന്നതാണ്. ഈ BPL കാർഡിന്റെ ഒക്കെ ഉള്ള ആ കുടുംബത്തിൽ നിന്ന് ഒരാളാണ്. എൻ്റെ അച്ഛനൊരു എന്താണ് പറയുക, 10ാം ക്ലാസ്സുകാരനായിരുന്നു. 10ാം ക്ലാസ്സിൽ വെച്ച് പഠിത്തം നിർത്തിയത് പുള്ളിക്ക് പഠിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, ആ വീട്ടിൽ പൈസ ഉണ്ടായിരുന്നില്ല ഫീസ് കൊടുക്കാനായിട്ട്. പുള്ളി ഇതുപോലെ തന്നെ ആ പഠിത്തം നിർത്തി ദേഷ്യം തീർത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പുള്ളി അന്ന് വന്നപ്പോൾ അച്ഛൻ പറയാണ് ഇനി പഠിക്കാൻ പോകാൻ പറ്റില്ല, ജോലിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ ആ ഉടുത്തിരുന്ന മുണ്ട് വലിച്ച് കീറിയെന്നാണ് പറയാം. ഞാൻ പറഞ്ഞിട്ടില്ല, കാരണം അത്രയും ദേഷ്യമായിപ്പോയി. വിദ്യാഭ്യാസം നിഷേധിക്കപ്പെടുക അവിടെ. ഈ ഒരു കാലഘട്ടത്തിലേക്കാണ് ഒരുപാട് സർക്കാർ പദ്ധതികളൊക്കെ ഉണ്ട്. പക്ഷെ അന്ന് അത്രയും വർഷങ്ങൾക്ക് മുമ്പല്ലേ, ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അച്ഛൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ, വിവാഹമൊക്കെ കഴിഞ്ഞ് പിന്നെ പുള്ളി ഇതുപോലെ ചെത്തു തൊഴിലാളിയായിരുന്നു ആദ്യം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വെള്ളിക്കച്ചവടം, അങ്ങനെ കുറേ പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട്. കച്ചവടം എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും പോയിട്ട് നടന്ന് തന്നെ പോയി ബസ്സിനൊക്കെ പോയി പിരിച്ചിട്ടൊക്കെ വരിക. അപ്പോൾ പുള്ളിക്ക് ഒരു ഭയങ്കര ആഗ്രഹം എന്ന് പറഞ്ഞാൽ, എൻ്റെ മക്കളെ ഞാൻ 10 പഠിച്ചു, +2 എങ്കിലും പഠിപ്പിക്കണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ കുറച്ചുകൂടി വിദ്യാഭ്യാസം കൊടുക്കുക എന്നൊരു രീതിയിലേക്കാണ് പുള്ളി ചിന്തിച്ചത്. അപ്പം ഞാനിത് കണ്ടു വളർന്നു വരുമ്പോൾ നമുക്ക് ഇപ്പം എൻ്റെയൊക്കെ വീട്ടിൽ ആക്ച്വലി ഈ ചിക്കനൊന്നും മേടിക്കലുണ്ടാവില്ലായിരുന്നു. കാരണം ആ പൈസ ഉണ്ടാവാത്തതിൻ്റെ പ്രശ്നം. അമ്മ അന്ന് ഇതുപോലെ ഒരു ചെമ്മീൻ ഫാക്ടറിയിൽ ചെറായിലാണ്, നടന്നു പോവും. അതായത് എനിക്ക് തോന്നുന്നു 3/4 മണിക്കൂറൊക്കെ ഉണ്ട് നടന്ന്. ഇപ്പം നമ്മൾ ചിന്തിക്കുമ്പോൾ അതൊക്കെ അത്ഭുതമാവുന്നേ. നടന്നു പോയിട്ട് ഒറ്റ ഇരിപ്പിലിരുന്നിട്ട് ഇത്രയും ചെമ്മീൻ കിള്ളി തിരിച്ചു വരും. അപ്പോൾ എനിക്ക് ഈ ചെമ്മീൻ്റെ സ്മെല്ല് അമ്മ വരുമ്പോഴേക്കും ഇഷ്ടമല്ല. അപ്പം നമ്മളിങ്ങനെ ഇത്തിരി മണമാണെന്ന് പറയും. പക്ഷെ അമ്മ കൊണ്ടുവന്ന ബിസ്ക്കറ്റും പഴമൊക്കെ കഴിക്കാം. ഇതൊക്കെ ഇപ്പോഴാണ് ഇതൊക്കെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്, ഇപ്പം കുറച്ച് നാൾ മുമ്പ് വരെ. അപ്പം അമ്മ അങ്ങനെ കഷ്ടപ്പാട്, അത് പുള്ളിക്കാരത്തി പോലും കഴിക്കാണ്ട് നമുക്കതൊക്കെ തരുമ്പോൾ നമ്മളിതൊക്കെ കാണുകയാണല്ലോ. അതുപോലെ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ വീടൊക്കെ നനയുന്നു. എൻ്റെ വീടിൻ്റെ ഡോർ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കുന്ന ഡോറായിരുന്നു. പിന്നെ ഞാനും അനിയനും ആണ് ഒരു കട്ടിലുമ്പോൾ കിടന്നിരുന്നത്. അതും ഒരു പണ്ടത്തെ എന്താണ് ഈ എന്തോ വെച്ച് തുന്നിയൊരു കട്ടിലേക്ക് എന്നൊക്കെ പറയുക, ഇങ്ങനെ ഒരു സിൽക്ക് പോലത്തെ പരിപാടിയൊക്കെ വെച്ചിട്ട്. ഇപ്പോഴത്തെ ബെഡോ അങ്ങനെ ഒന്നും ഇല്ലല്ലോ അന്ന്. അതുപോലെ പിന്നെ ടോയ്ലറ്റ് പോലും ഉണ്ടായിരുന്നില്ല. ഈവൻ അന്ന് തോട്ടിലോട്ടൊക്കെ ആയിരുന്നു. അങ്ങനെ കുറേ ഇതെല്ലാം കണ്ട് വളർന്നപ്പോൾ നമുക്കും ഒരു ആഗ്രഹം ഉണ്ടാവുമല്ലോ, ഒന്ന് രക്ഷപ്പെടണം. എന്നും ഇങ്ങനെ നടന്നാൽ പോരാ. അല്ലെങ്കിൽ നമുക്കും ഇപ്പം എൻ്റെ നാട്ടിൽ കുറേ പേരെല്ലാവരും കൂട്ടുകാരൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജോലി 10ാം ക്ലാസ് കഴിയുമ്പോഴേക്കും നോർമലി ചെയ്യുന്നത് അടുത്ത പരിപാടിക്ക്, അതായത് പെയിൻറ്റിങ്, വെൽഡിങ്, അങ്ങനെ പോവാന്നുള്ളതായിരുന്നു. അപ്പം ഞാനും ഒരു ഘട്ടത്തിൽ അങ്ങനെ ചിന്തിച്ചിരുന്ന ആളാണ്. ഞാനും ഇതിനൊക്കെ പോയി തുടങ്ങി. പക്ഷേ എൻ്റെ ഒരു സുഹൃത്തുണ്ട്, സൗമ്യ എന്ന് പറഞ്ഞിട്ട്. അവളുടെ കോളാണ് ലൈഫ് മാറ്റിയത്. അതായത് ഞാൻ ഈ എന്താ പറയുക, 10ാം ക്ലാസ് കഴിഞ്ഞു, +2 കഴിഞ്ഞു,
+2 വരെ പഠിച്ചു. അത് കഴിഞ്ഞ് ഡിഗ്രി പഠിക്കണമല്ലോ. ഡിഗ്രി പഠിക്കണമെങ്കിൽ അച്ഛൻ പറഞ്ഞു നീ എന്താ തീരുമാനിച്ചോ? അപ്പം ഞാൻ ആലോചിക്കും ഞാൻ എന്ത് തീരുമാനിക്കാനാ, ഡിഗ്രി കഴിഞ്ഞാൽ PG അല്ലാതെ വേറെ എന്നിട്ട് വാങ്ങാൻ തുല്യാണ്. പക്ഷേ ആ ഡിഗ്രിക്ക് മുൻപ് ഞാൻ കുറച്ച് നാൾ ഒരു പ്രൈവറ്റായിട്ട് BCom പഠിക്കാൻ പോയി. BCom പഠിക്കാൻ പോയതിൻ്റെ കാരണം എന്താ വെച്ചാൽ എൻ്റെ വീടിൻ്റെ 3 അപ്പുറത്തൊരു കൂട്ടുകാരുണ്ട്, വിനീഷ് എന്ന് പറയും. അവൻ പറഞ്ഞു നമുക്ക് BComന് പോകാം. അത് ഗുണം എന്താ വെച്ചാൽ 7 മണി തുടങ്ങി 10 മണി വരെ ഉള്ളൂ. 10 to വൈകുന്നേരം വരെ വേറെ പണിക്ക് പോവാം. അപ്പം നമ്മുടെ കാര്യം നമ്മൾ നോക്കും. അപ്പം എനിക്കിത് വലിയ കുഴപ്പമില്ലാത്ത പരിപാടിയായിരുന്നല്ലോ. അപ്പം ഞാൻ എക്കണോമിക്സ് ആയിരുന്നു കേട്ടോ. എന്നിട്ടാണ് ഞാൻ BCom പഠിക്കാൻ പോയത്. ഞാൻ ക്ലാസ്സിൽ നിന്ന് ബിസിനസ് സ്റ്റഡീസിനെ കുറിച്ച് അപ്പോൾ സാർ പറഞ്ഞു ഇത് എന്താണ് ഈ പറയണത്, അല്ലെങ്കിലും ഒന്നും മനസ്സിലാവണം. ബിസിനസ് സ്റ്റഡീസ്, പിന്നെ വേറെ കണക്കിൻ്റെ കുറേ കാര്യങ്ങൾ, അക്കൗണ്ടൻസി എന്നൊക്കെ പറയുന്നു. നമ്മളാകെ ഒക്കെ 4 4 8 8 8 16 ഇതൊക്കെയല്ലേ എനിക്കറിയുള്ളൂ. ഞാൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഇത് എന്താ പരിപാടി ഒന്നും മനസ്സിലാവില്ല. പക്ഷേ സന്തോഷം എന്ന് പറഞ്ഞാൽ 10:30 പരിപാടി കഴിയും. അപ്പം നേരെ അവിടെ തന്നെ ഒരു വെൽഡിംഗ് വർക്ക്ഷോപ്പിൽ പോയി ചേർന്നു. വെൽഡിങ് എന്തിനാ അതും എനിക്കറിയാൻ പാടില്ല. നമുക്ക് ചിലപ്പോൾ ഒരു ആഴ്ചയിൽ ഇത്ര പൈസ കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഹെൽപ്പറൊക്കെ ആയിട്ട് പോവുക. ആ വർക്ക്ഷോപ്പിൽ ചെന്ന് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ചെണ്ടമേളം പഠിക്കാൻ ആഗ്രഹമായി. അപ്പോൾ ഈ വർക്ക്ഷോപ്പിൽ ജോലി കഴിഞ്ഞിട്ട് നേരെ ചെറായി വരെ സൈക്കിളും ചവിട്ടി ചെണ്ടമേളം പഠിക്കാൻ പോകും. എന്നിട്ട് അവിടെ നിന്ന് ലാസ്റ്റ് ഫെറിക്ക് കുഞ്ഞിത്തേ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നിട്ട് എൻ്റെ വല്യമ്മയുടെ വീട്ടിൽ നിൽക്കും. എന്നിട്ട് അവിടെ നിന്ന് കോളേജിൽ പോകും. ഇങ്ങനെയായിരുന്നു 4 സ്ഥലത്തായിരുന്നു ജോലി നമ്മൾ കടന്നു വരുന്നത്. അപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ സുഹൃത്തിൻ്റെ ഒരു കോൾ വന്നത്. UC കോളേജിലാണ്, സൗമ്യ എന്ന അവരുടെ പേര്. നീയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലോ പൊളിച്ചാനെ. കാരണം NSS എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്, NSS ക്യാമ്പ്. ഇവിടെ നമ്മളുടെ എല്ലാവരും ഫാമിലി പോലെയാണ്. അവിടെ നിൻ്റെ കഴിവുകൾ കുറച്ച് മിമിക്രിയും പാട്ടൊക്കെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും എന്നൊക്കെ പറഞ്ഞാൽ എന്നെ കൊതിപ്പിച്ചു. അപ്പോൾ ലക്ഷ്മി കോളേജിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. 3.5 മണിക്കൂർ കൊണ്ട് എന്താ, മറ്റേത് പ്രൊഫഷണൽ കോളേജിൽ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ പരിപാടിയൊക്കെ ഉണ്ട്. ഇത് കേട്ടപ്പോഴേക്കും മനസ്സങ്ങ്, അല്ലെങ്കിൽ എനിക്കൊന്നും കിട്ടണമില്ല, ഞാൻ എന്തായാലും തോക്കും ഉറപ്പായി. കോപ്പി അടിച്ചാലും രക്ഷയില്ല. കോപ്പി അടിക്കാൻ എന്തെങ്കിലും അറിയണമല്ലോ, അതുപോലെ അറിയാത്ത അവസ്ഥയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്തു, റൂട്ടൊന്ന് മാറ്റിയിട്ട്. അച്ഛനൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം അവിടെ കൊണ്ട് 1500 1700 അടച്ചതാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും UC കോളേജിൽ പഠിക്കണം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാനെടുത്ത ഏറ്റവും ബെസ്റ്റ് ഡിസിഷനാണ്. അതുകൊണ്ടാണ് നമ്മൾ ഒരു വ്യക്തിത്വമായിട്ട് അല്ലെങ്കിൽ ഒരു സ്റ്റേജിന് മുമ്പിൽ സംസാരിക്കാനും സുഹൃത്തുക്കളെ ആത്മാർത്ഥമായിട്ട് കാണാനും ജീവിതത്തിൽ മനുഷ്യജീവികളുടെ സ്നേഹവും എല്ലാം നമ്മൾ പഠിച്ചത് അവിടെ നിന്നാണ് കേട്ടോ. അറിവ് വെച്ച നാൾ മുതൽ ഏറ്റവും മനോഹരമായിട്ടുള്ള പ്രണയം ഉണ്ടായതും സൗഹൃദം ഉണ്ടായതും അല്ലെങ്കിൽ ട്രിപ്പിലൊക്കെ നമ്മളെ ആസ്വദിക്കുന്നതും. കലാലയ ജീവിതം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സിലെ ഏറ്റവും ഭംഗിയുള്ള ഓർമ്മകളാക്കി മാറ്റിയത് UC കോളേജാണ്. ഇപ്പോഴും ആ കൂട്ടുകാർ എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. ഞങ്ങൾ ഇതേ നാളെ ഒരു ട്രിപ്പ് പോവാണ് അവരുടെ കൂടെ തന്നെ. 2003 തുടങ്ങിയുള്ള കൂട്ടുകാരാണെന്ന് ആലോചിക്കുക, എത്ര വർഷമായി. പക്ഷേ ഇപ്പോഴും ഞങ്ങൾ കൂടുന്നുണ്ട്, ഞങ്ങൾ ട്രിപ്പ് പോകുന്നുണ്ട്, ഞങ്ങൾ ഒരു മാസത്തിൽ ഒരു തവണയെങ്കിലും ഒന്നിച്ച് ചേരുന്നുണ്ട്, പാട്ട് പാടുന്നുണ്ട്, ബഹളം ഉണ്ടാക്കുന്നുണ്ട്, അലമ്പുണ്ടാക്കുന്നുണ്ട്, കുറുമ്പും കുസൃതി എല്ലാ പരിപാടിയും ഉണ്ട്. പക്ഷേ ലൈഫ് എൻജോയ് ചെയ്ത് സന്തോഷമായിട്ട് പോവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് ഡിഗ്രി കഴിഞ്ഞു. പിന്നെ എങ്ങനെയൊക്കെ ഡിഗ്രി കഴിഞ്ഞു. ഡിഗ്രി UC കോളേജിൽ ജനറൽ സെക്രട്ടറിക്ക് ആയിരുന്നു ഞാൻ, മാത്തുക്കുട്ടി ആർട്സ് ക്ലബ് സെക്രട്ടറിക്ക് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരേപോലെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു വേവ് ലെങ്ത്തിൽ. ആ ഡിഗ്രിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ അടുത്ത PG ചെയ്യണം എന്ന് ഇങ്ങനെ വീട്ടിൽ പറയുകയാണ്. PG ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് എന്താണെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ഇത് പറഞ്ഞു തരേണ്ട ആൾക്കാർ ഇത് എന്താ ചെയ്യണമെന്നുള്ള ഡിഗ്രി വെച്ചിട്ട്. ഡിഗ്രി കഴിഞ്ഞാൽ PG, ഇതാണ് അതിൻ്റെ ഫോർമാറ്റ്. അങ്ങനെ ഞാൻ പറഞ്ഞപ്പോഴാണ് അച്ഛൻ പറയുന്നത് ഇനി പഠിപ്പിക്കാൻ പറ്റില്ല എന്ന് പുള്ളി പറയുന്നു. നേരെ നമ്മൾ ആ PGക്ക്, അച്ഛൻ പണ്ട് ചെയ്ത പരിപാടിയില്ലേ മുണ്ട് കീറില്, ഞാൻ PGക്ക് വെച്ചിരുന്ന കാശ് എടുത്തിട്ട് പോയിട്ട് ടൈയും പിന്നെ ഒരു ഷൂ ഒക്കെ വാങ്ങിച്ച് എൻ്റെ ഒരു സീനിയർ അനീഷേട്ടനുണ്ട്, പുള്ളി വിളിച്ച് ബജാജ് അനൻസ് ജോലി ശരിയാക്കി. അപ്പോഴും അതെന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. എവിടെ നിന്നൊക്കെ ഇൻസേർട്ടൊക്കെ ചെയ്ത് അച്ഛൻ്റെ ഒന്നിൻ്റെ സൈക്കിൾ എടുത്തിട്ട് പോവും. പട്ടണംകവല എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ കൊണ്ടുപോയി വെക്കും. എന്നിട്ട് അവിടെ നിന്ന് ബസ് പിടിച്ചിട്ടാണ് പോവുക. അപ്പോൾ ആ നാട്ടിൽ ആ സമയത്ത് ഇൻസേർട്ട് ചെയ്ത് ബ്ലാക്ക് ഷൂ ഒക്കെ ഇട്ട് പോകുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ സൈക്കിളിൽ. തൂവലക്കൊട്ടാരത്തിൽ ചേരാൻ വേട്ടാൻ പോണ പോലെ നല്ല രസമാണ്. ഇങ്ങനെ വെല്ലൊക്കെ അടിച്ച് നല്ല അടിപൊളിയായിട്ട് പോകും. അപ്പോൾ എല്ലാവരും നോക്കിയൊക്കെ ചെയ്യും, കാരണം എക്സിക്യൂട്ടീവ് ലുക്കാണ്, ഫോണും സൈക്കിളിലാണ്. അങ്ങനെ കുറേ നാൾ പോയി. ആ പോയ സമയത്ത് ഇതുപോലെ ഞാൻ എവിടെ ചെന്നാലും എനിക്ക് അറിയാലോ കുറച്ച് ഭാഗ്യം കുറവുള്ള ആളാണ് ഞാൻ. അപ്പോൾ എനിക്ക് എൻ്റെ ഡോക്യുമെൻറ്റ്സ് മിസ്സായി, എനിക്ക് സാലറി വന്നില്ല ഓണത്തിന്. പണിപാളി. നേരെ നോക്കിക്കഴിഞ്ഞപ്പോൾ വീട്ടിലെന്തായാലും ഫസ്റ്റ് സാലറിക്ക് നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കണ്ടേ. അമ്മ അച്ഛൻ എന്തായാലും പ്രതീക്ഷിക്കും, കാരണം മൂത്ത മോനാണ്, അവനാണ് ജോലി ചെയ്യുന്നത്, അവൻ വലിയ ഇൻസർട്ടൊക്കെ ചെയ്ത് പോകുന്നു, ഷൂ ഒക്കെ ഇട്ട് പോകുന്നു. ആ നാട്ടിൽ തന്നെ അങ്ങനെ ആരും പോകുന്നില്ല. അപ്പോൾ എന്തോ വലിയ സംഭവമൊക്കെ ഉണ്ടെന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് കൊടുക്കാനായിട്ട് ഒന്നുമില്ല, എന്ത് ചെയ്യും? കാരണം എൻ്റെ ശമ്പളം വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇനി 1 മാസം കഴിയാത്രേ. അപ്പം ഞാൻ അന്ന് എൻ്റെ പരിപാടി എന്ന് പറഞ്ഞാൽ ഇൻസർട്ടൊക്കെ ഇട്ട് പോകണത് എങ്ങടാ, ബസ് പിടിച്ച് കോളേജിനോടെ പോയിരിക്കും, കൂട്ടുകാരുടെ ഒപ്പം വർത്താനം പറഞ്ഞിരുന്ന് വൈകുന്നേരം ചെറിയ പരിപാടിയൊക്കെ, ഇതൊക്കെയാണ് പരിപാടികൾ, അല്ലാതെ വേറെ ഒന്നുമില്ല. ക്ലയൻറ്റിനെ കാണാൻ പോകണമെന്നൊക്കെയുണ്ട്, പക്ഷേ സംസാരിക്കാൻ അറിയണോ? ആകെ നമുക്ക് കുറച്ച് ഇൻട്രൊഡക്ഷൻ പറയാനറിയാം, ഡൗട്ട് ചോദിച്ചാൽ പറയാൻ അറിയില്ല ഈ പ്രൊഡക്ട്സുകളെ കുറിച്ചിട്ട്. അങ്ങനെയാണ് UC കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് മാവേലി ആവാൻ പോയത്.
അപ്പോൾ ആ മാവേലി ആവാൻ പോയത് തുടങ്ങിയിട്ട് അത് തന്നെ ഈ സ്കെൽറ്റ് പോലത്തെ വയറും കുറേ രോമങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ വെച്ചിട്ട് മാവേലി ആവാൻ പോവാണ്. ആ സൂപ്പർ മാർക്കറ്റിലാണ് പോയത്. പക്ഷെ ഇപ്പോഴും ഞാൻ പറയുന്നത് എൻ്റെ കൂടെ അന്ന് ഉണ്ടായിരുന്നത് ഇപ്പോഴത്തെ വലിയ നേതാവ്, കോൺഗ്രസിൻ്റെ വലിയ നേതാവ് ജിൻഡോ ജോണൊക്കെയാണ്. ഞങ്ങൾ ഒരുമിച്ചായിരുന്നു ഇത് പരിപാടി ചെയ്തത്. ജിൻഡോ ആണ് എൻ്റെ ലൈഫിൽ പരീക്ഷയൊക്കെ ജയിക്കാൻ, എക്കണോമിക്സ് ജയിക്കാൻ കാരണമായിട്ടുള്ള ഒരാൾ. അവൻ്റെ വീട്ടിൽ നിന്ന് പഠിച്ചുകൊണ്ടാണ് ജയിച്ചത്. അവൻ ഭയങ്കര ഒരു എന്താണ് സെൽഫ് സ്റ്റഡിയുടെ ആളായിരുന്നു. പിന്നെ മറ്റുള്ളവരെ ഹെൽപ്പും ചെയ്യുമായിരുന്നു. അപ്പം അന്നേ നമ്മൾ ഭയങ്കര പുള്ളിയുടെ വീട്ടിൽ നിന്ന് അവൻ ചോറും കറിയൊക്കെ വെക്കും. നമ്മൾ ഒരുമിച്ച് പഠിച്ച് ഞാൻ, എൻ്റെ സുഹൃത്തുക്കൾ ശരത്ത്, അഭിലാഷ്, അങ്ങനെ കുറേ പേരൊക്കെ ഉണ്ട്. ഇവരൊക്കെ ജയിച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ കാരണം. അപ്പോൾ അവൻ മാത്രമല്ല ജയിച്ചത്, നമ്മളും കൂടിയാണ്. അപ്പം അങ്ങനെ ഞാനും ഒരുമിച്ച് അവനും കൂടി മാവേലിയായിട്ട് പോയി 3-4 മണിക്കൂർ നിൽക്കുന്നു. ഒരു 600-700 രൂപ കിട്ടുന്നു. അതും കൊണ്ട് നമ്മൾ വീട്ടിൽ ഓണക്കോടിയൊക്കെ എടുത്ത് കൊടുക്കുന്നു. ഭയങ്കര പരിപാടിയായിരുന്നു ഇതൊക്കെ. ഞാൻ അന്നേ നമ്മളിങ്ങനെ, ഞാൻ മറക്കാത്തതെന്ന് പറഞ്ഞാൽ ലൈഫിൽ ഇപ്പോഴും ഇതിങ്ങനെ നിൽക്കുന്നുണ്ട്. ഈ പൈസ കിട്ടാത്തപ്പോൾ എന്തെങ്കിലും ചെയ്ത് ജോലി പോകണമല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടാണ് നമ്മൾ വോഡഫോണിലേക്ക് ഇരുന്നുള്ള ജോലിയിലേക്ക് മാറി. അതായത് ഈ MIS കോർഡിനേറ്റർ എന്ന് പറയും. അങ്ങനെ ജോലി ചെയ്യുന്ന സമയത്താണ് റെഡ് FM ഇങ്ങനെ ഒരു റെഡ് FM എന്നല്ല അന്ന് വേറെ എന്തോ ഈ സൺ നെറ്റ്വർക്ക് തന്നെ സൺ FM അങ്ങനെ എന്തോ ആയിരുന്നു ആദ്യം. ആ FM-ലേക്ക് ഇങ്ങനെ ഇൻ്റർവ്യൂ നടക്കണമെന്ന് വിളിച്ചു പറഞ്ഞ ജുവൽ എന്ന് പറഞ്ഞൊരു RJ ജുവലാണ്. അപ്പോഴാണ് ഞാനാണ് ഈ മിഥുനെയും മാത്തുക്കുട്ടിയും വിളിച്ചിട്ട് ഇങ്ങനെ ഇൻ്റർവ്യൂ പോകുന്നത്. പക്ഷേ ഏറ്റവും ഫസ്റ്റ് എനിക്ക് കിട്ടി. നമുക്ക് അത്യാവശ്യം കുറച്ച് അന്ന് മിമിക്രിയും പരിപാടിയൊക്കെ അറിയാവുന്നതുകൊണ്ട് പരിപാടി നടന്നു, വർക്കായി. മാത്തുക്കുട്ടിക്ക് സെറ്റായില്ല. ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ അവൻ ഭയങ്കര ഡെസ്പായിരുന്നു. അവൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ എടാ എനിക്ക് കിട്ടില്ല, നടപടിയാവില്ല. എന്നോട് എന്തൊക്കെയോ ഭൂമിനെ കുറിച്ച് ഉരുണ്ടതൊക്കെ ചോദിച്ചത്, നിങ്ങളോട് പാട്ട് പാടുകയും മിമിക്രിയൊക്കെ അല്ലേ, എന്നോട് അതൊന്നല്ല ചോദിച്ചു, എനിക്ക് കിട്ടാൻ പോകുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഇപ്പോൾ ഓർമ്മയുണ്ട്, ഞാനാണ് എന്നിട്ട് കലൂർ വെച്ചിട്ട് അവനൊരു കഞ്ഞിയൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഞങ്ങൾ 3 പേരുടെ കഞ്ഞിയൊക്കെ കുടിച്ച് പിരിഞ്ഞത്. പക്ഷേ കോള് വന്നപ്പോൾ 3 പേർക്കും വന്നു. അങ്ങനെ മാത്തു വന്നോടേക്കും പറയുന്നുണ്ട്, എടാ വാ നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞു എനിക്ക് വേറൊരു സ്ഥലത്ത് ജോലി കിട്ടിയ റിലയൻസിലാണ്, ഇത്രയും സാലറി ഉണ്ട്. അപ്പോൾ ഈ ശമ്പളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമിലി എന്നിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നടപടിയാവില്ല, നിങ്ങൾ പോയിട്ട് വന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയില്ലല്ലോ ഈ റേഡിയോ ഇങ്ങനെയൊക്കെ വർക്ക് ആവുമെന്നൊക്കെ. അങ്ങനെ അവർ പോവാണ്. റെയിൽവേ സ്റ്റേഷനിൽ വെച്ചും വിളിച്ചു മാത്തു, എടാ വാ, ഇപ്പോഴും നിൻ്റെ വേക്കൻസി അവിടെ ഉണ്ട്, നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാം. കാരണം നമ്മളൊക്കെ ഒരുപോലെ എല്ലാ പരിപാടികളിലും നമ്മൾ ഒരുമിച്ചായിരുന്നു. ടൂർ പോകുമ്പോഴും NSS ക്യാമ്പിലും എല്ലാത്തിലും അങ്ങനെ തന്നെയായിരുന്നു. 3 വർഷത്തെ ക്യാമ്പുകളെല്ലാം അറ്റൻഡ് ചെയ്ത ആൾക്കാരാണ് ഞങ്ങൾ. അപ്പോൾ മാത്തുവും ഞങ്ങളൊക്കെ ഒരുമിച്ച് ഡെസ്കിൽ കൊട്ടിപ്പാടിയ കുറേ പാട്ടുകൾ ഇപ്പോഴും എവിടെയെങ്കിലും ഞങ്ങൾ ഒരുമിച്ചുണ്ടെങ്കിൽ ആൾക്കാർ പാടിക്കും. ആ പാട്ടുകൾ എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങളുടെയൊക്കെ ഒരു ഹൈലൈറ്റ് പരിപാടിയാണ്. ഈ സൗഹൃദത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് കേട്ടിട്ടില്ലേ, അങ്ങനത്തെ കുറച്ച് പരിപാടികളാണ് അത്. അങ്ങനെ റെഡ് FM വരുന്നു. ഞാനപ്പോൾ റിലയൻസിൽ മറ്റേ MIS എക്സിക്യൂട്ടീവായിട്ട് 13,500 സാലറിയിലൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യുന്നു, AC-യിലൊക്കെ ഇരിക്കുന്നു. പക്ഷേ വീട്ടിലൊരു 10 രൂപ കൊടുക്കാൻ പറ്റുന്നു, അത് വലിയ കാര്യമാണ്. ആ 10 രൂപ കൊടുക്കുന്ന സമയത്ത് അച്ഛൻ്റെ മനസ്സിലുണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. കാരണം അന്നത്തെ 10 രൂപ എന്ന് പറയുന്നത് ഒരു 50,000-60,000 രൂപയുടെ തുല്യമാണ് ആ കാലഘട്ടത്തിൽ. അപ്പോൾ ഇവർക്ക് സാലറി എന്ന് പറഞ്ഞാൽ 8.5 ഉള്ളൂ, 8,500 ഉള്ളൂ. എനിക്ക് 13,500 10 രൂപ കൊടുത്തിട്ട് ബാക്കി 3,500 വെച്ചിട്ടാണ് എൻ്റെ കാര്യങ്ങൾ ഓടിക്കണത്. അങ്ങനെ ആണ് ഇത് പോകായിരുന്നത്. പക്ഷെ കുറേ കഴിഞ്ഞപ്പോൾ വർക്കായി, റെഡ് FM വർക്കായി, മാത്തുക്കുട്ടിക്കൊക്കെ സ്റ്റാർ ആവുന്നു, മിഥുനൊക്കെ സ്റ്റാർ ആവുന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് പണി പാളി ജാങ്കോ. പക്ഷേ ഓരോ അരിമണിയിലും എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ ഒരു പേര്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്. എൻ്റെ വിധി അതല്ലായിരിക്കാം. ഞാനിപ്പോഴും എനിക്കിപ്പോഴും കാന്താര ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ കുറേ കോൾസ് റിലയൻസിൻ്റെ സൈഡിൽ നിന്ന് അന്നുണ്ടായ കൊളീഗ്സൊക്കെ വിളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അവരൊക്കെ ആയിട്ട് പരിചയമാവാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ ഇപ്പോഴും VLOOKUP എക്സലൊക്കെ എനിക്കറിയാം, വേർഡ് എക്സലൊക്കെ നന്നായിട്ട് അറിയാം. എൻ്റെ ഓഫീസിൽ ഇപ്പോഴും ഡൗട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞു കൊടുക്കും ഇങ്ങനെ. എന്ന് വെച്ചാൽ ഇത് പഠിച്ചത് അതിനാണല്ലോ. എനിക്കൊന്നും ഇപ്പോഴും എൻ്റെ ഇൻബോക്സിൽ ഞാൻ എവിടെയോ CV അപ്ഡേറ്റ് ചെയ്തിട്ട് അതിൻ്റെ മെയിൽ വരുന്നുണ്ട്, നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് വരുന്നുണ്ടെന്ന് വെച്ചാൽ. ഇന്നലെ രാവിലെയും കൂടി വന്നു. MIS കോർഡിനേറ്ററായിട്ട്. അപ്പോൾ ഇത് ഞാൻ പോയിട്ട് അതവിടെ നിന്ന് എടുക്കുക അല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, അതങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ലൈഫിൽ ആഗ്രഹിച്ചത് RJ ആവാനാണ്. എങ്ങനെയെങ്കിലും ചവിട്ടി പിടിച്ച് എവിടെ പോയിട്ടാണെങ്കിലും RJ ആകണം എന്നൊരു വാശിയിലാണ് ജീവിച്ചത്. അത് സാധിച്ചത് 2014 തൃശ്ശൂരിൽ നിന്ന് RJ ആയി, പിന്നെ കൊച്ചി റെഡ് FM-ലെത്തി, ഇപ്പൊ കൊച്ചി സ്റ്റേഷനിൽ ലൈവ് ചെയ്തോണ്ടിരിക്കുന്നത്. വലിയ ജേണിയാണ്. ഈ ഒരു ജേണിയിൽ ചേട്ടൻ പറയാതെ പറഞ്ഞത് എന്ന് പറയുമ്പോൾ ഒരു മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ഒരു ബോയുടെ തന്നെ പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഗേൾസിനുള്ളതിനെക്കാളും ജെൻസിൻ്റെ കാര്യത്തിൽ കുറച്ചുകൂടെ റെസ്പോൺസിബിലിറ്റി കൂടുതലായിരിക്കും, എസ്പെഷ്യലി മിഡിൽ ക്ലാസ്സിലാകുമ്പോൾ. അപ്പോൾ അങ്ങനെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ബോയ്സ് ഒരുപാട് പേര് അവരുടെ സ്വപ്നങ്ങൾ ഇങ്ങനെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവാറുണ്ട്. അതേസമയം അവരുടെ ഡ്രീം അച്ചീവ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഇങ്ങനെ ഉള്ളിൽ കിടന്നിങ്ങനെ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിലേക്ക് നമ്മളെത്താൻ, പ്ലസ് ഈ ഒരു സാക്രിഫൈസ് നമുക്ക് ഒരേ സമയം രണ്ടും ഒരുപോലെ മുന്നോട്ടേക്ക് പോകേണ്ടി വരുന്ന ആ ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അതിനെ എങ്ങനെയാണ് നമ്മളിപ്പോൾ ചേട്ടൻ്റെ ലൈഫിലൂടെ എടുക്കുകയാണെങ്കിൽ? നമ്മളിപ്പോൾ വെള്ളം കുടിച്ചില്ലേ, ഇതുപോലെയാണ്.
അതായത് ചില സമയത്ത് ചില പരിപാടികൾ നമ്മുടെ ലൈഫിലേക്ക് വരും, വെള്ളം കുടിച്ചു പോകും. പക്ഷേ ആ വെള്ളം കുടിച്ചതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്നെ അച്ഛനും അമ്മയും വളർത്തി എങ്ങനെ എനിക്ക് നന്നായിട്ട് അറിയാം, അത്രയും കഷ്ടപ്പാടിയെന്നാണ്. എൻ്റെ അച്ഛനൊക്കെ ഒരു ജ്യൂസ് കുടിക്കുന്നത് ഞാൻ കണ്ടത് പുള്ളിക്ക് ക്യാൻസർ വന്നതിന് ശേഷം, കീമോ ചെയ്തതിന് ശേഷം. അല്ലാതെ ഇങ്ങനെ വെയിലത്ത് പോയി നടക്കുമ്പോഴും ഒരു ഉപ്പ് സോഡയോ സർബത്തിൻ്റെ അപ്പുറത്തേക്ക് പുള്ളി കുടിക്കണ ഞാൻ കണ്ടിട്ടില്ല. അമ്മ അതുപോലെ തന്നെയാണ്. പുള്ളിക്കാരത്തി കഴിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് ഭക്ഷണം തരുമായിരുന്നു. നമ്മളിതൊക്കെ കാണുന്നുണ്ട്. എൻ്റെ വീട്ടിൽ ഞാൻ പറഞ്ഞില്ലേ, ചിക്കനൊക്കെ മേടിക്കുന്നത് തന്നെ വല്ലപ്പോഴുമായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ചിക്കൻ കഴിക്കാൻ കൊതിയായിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, അമ്മയെ കുറച്ച് കൂട്ടുകാർ വരുന്നുണ്ട് UC കോളേജിൽ നിന്ന്, എൻ്റെ മാത്തുക്കുട്ടിയൊക്കെ വരുന്നുണ്ട്, അമ്മ അവർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ട്. അമ്മ പോയിട്ട് എവിടെ നിന്നോ കടം മേടിച്ചിട്ടാണ് ചിക്കൻ മേടിച്ചത്. എന്നിട്ട് ഞാൻ പറഞ്ഞു, അമ്മ അവർ വരുന്നില്ല, അവരുടെ പരിപാടി മാറ്റി എന്ന് പറഞ്ഞിട്ട് ഞാനത് കഴിച്ചു. അമ്മയോട് ഞാനത് പറഞ്ഞില്ല ഇത്. പിന്നെ ഒരു ദിവസം വന്നപ്പോഴാണ് അമ്മ പറഞ്ഞത്, മക്കളെ നിങ്ങൾ എന്ത് പണിയാണ് ചെന്ന് വരുന്നുണ്ട്, എന്താ വരാഞ്ഞ്, ഞാനിവിടെ ചിക്കനൊക്കെ മേടിച്ചു എല്ലാം സെറ്റാക്കിയില്ലെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, ആര് പറഞ്ഞു എടാ. അപ്പം ഇതിൻ്റെ ഒരു കോമഡി ഉണ്ട്. എന്നാൽ ഇതിൽ എനിക്ക് അത്രയും കഴിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ്. അന്ന് ഈ ചിക്കൻ ബിരിയാണി ഒന്നും അത്ര വലിയ പരിപാടിയായിട്ട്, ഭയങ്കര കാശുകാർ കഴിക്കുന്ന പരിപാടിയായിട്ടാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഈവൻ UC കോളേജിൽ പോകുന്നതും ഒരു 50 പൈസ കൊണ്ടാണ്. ഒരു 50 പൈസ കൊണ്ടാണ് നമ്മൾ അന്ന് കോളേജിൽ പോകുന്നത്. പക്ഷേ നമ്മൾ അവിടെയൊക്കെ ഭയങ്കര ലക്ഷൂറിയസ് ലൈഫാണ് നടന്നുകൊണ്ടിരുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ഏത് പ്ലേറ്റിൽ നിന്ന് കൈയിട്ട് വരാം, ഏത് സ്ഥലത്ത് വേണമെങ്കിലും പോയി സംസാരിക്കാം, അല്ലെങ്കിൽ ക്യാൻറ്റീനിൽ കടം പറയാം. അങ്ങനെ ഭയങ്കര ഒരു ലൈക്ക് എന്താ പറയുക, നമ്മളവിടെ ഒരു VIP ആയിരുന്നു. അപ്പോൾ പൈസയിലല്ല കാര്യം, മനുഷ്യരുടെ മനസ്സിലും ഹൃദയത്തിലൊക്കെ ചേക്കേറാന്ന് പറയുന്നത് നമ്മുടെ സ്വഭാവം കൊണ്ടാണ് നമുക്ക് പറ്റുകയെന്നുള്ളതാണ്. ഇപ്പോൾ താൻ ചോദിച്ച പോലെ എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ടാവും. പക്ഷേ സ്വപ്നങ്ങളിലേക്ക് പോകണമെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒരു ഗോഡ് ഫാദർ വേണം. സിനിമ തന്നെ എത്രയോ പേരാണ് സ്വപ്നമായിട്ട് നടക്കുന്നത്. പക്ഷേ ചിലരുടെയൊക്കെ വീട്ടിൽ അതിന് പറ്റിയ അവസ്ഥയായിരിക്കില്ല. അപ്പോൾ റിസ്ക് എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളിലൊന്ന്, നമ്മളെ വളർത്തി വലുതാക്കിയ ആൾക്കാരില്ലേ, അവരെ നമ്മളൊരിക്കലും മറക്കാൻ പാടില്ല. കാരണം അവർ കുറേ സാക്രിഫൈസ് ചെയ്തിട്ടാണല്ലോ നമ്മളെ ഇത്രയും വളർത്തി വലുതാക്കിയത്. അപ്പം നമ്മളെങ്ങനെയാണ് അവരുടെ സ്വപ്നങ്ങളെല്ലാം കണ്ടില്ല എന്ന് വെച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിന് പോകാൻ പറ്റുക? ലൈഫ് ഒരു ഗിവ് ആൻഡ് ടേക്ക് അല്ലേ. എന്ന് വെച്ചാൽ നിങ്ങളുടെ സ്വപ്നങ്ങളോ നിങ്ങളുടെ ഡ്രീമോ നിങ്ങൾ വിടണ്ട. നിങ്ങളുടെ മനസ്സിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും കിടക്കട്ടെ. ഈ ജോലി ചെയ്ത് അതിൻ്റെ അപ്പുറത്തേക്ക് അടുത്ത ജോലിയിലേക്ക് കയറുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും കുറച്ച് സേവിങ്സ് ഉണ്ടാക്കിയിട്ട് ആ പൈസ കൊണ്ട് നമ്മൾ റിസൈൻ ചെയ്യും, എന്നിട്ട് അതിൻ്റെ പുറകെ പോകൂ. നമ്മളൊരാളെയും ബുദ്ധിമുട്ടിക്കണ്ട. നമ്മളുടെ വീട്ടിൽ നമ്മുടെ പാരൻസിനെ നോക്കേണ്ട ഉത്തരവാദിത്വം നമുക്കല്ലേ. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചത് ഇത് തന്നെയാണ്. എനിക്ക് വേണമെങ്കിൽ അന്ന് സിമ്പിളായിട്ട് Red FM എടുക്കാമായിരുന്നു, ഞാൻ എടുത്തില്ല. പക്ഷെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ആ റൂട്ടിലൂടെ വീണ്ടും ഒന്നീന്ന് തുടങ്ങി. മാത്തൊക്കെ ഒരു 10 എത്തിയപ്പോൾ ഞാൻ ഒന്നീന്ന് തുടങ്ങി, വീണ്ടും ഒന്നീന്ന് തുടങ്ങി. തൃശ്ശൂരിൽ നിന്ന് Red FMലെത്തി, കൊച്ചിയിലിരുന്ന് ലൈവ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അതെല്ലാം സാധിച്ചു. ഈ ആഗ്രഹങ്ങൾ നേടിയെടുക്കുമ്പോണ്ടല്ലോ ഭയങ്കര സന്തോഷമാണ്. ജീവിക്കാനുള്ള കൊതിയൊക്കെ കുറച്ച് കൂടും. അതായത് ആൽക്കമിസ്റ്റിൽ പൗലോ കൊയ്ലോ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണെങ്കിൽ പ്രകൃതി വരെ നമ്മളുടെ കൂടെ നിൽക്കും. അങ്ങനെ കൂടെ നിന്നൊരു കുറേ കാര്യങ്ങളുണ്ടായിട്ടുണ്ട്. ഈവൻ ഈ ഡബ്ബിങ് ആർട്ടിസ്റ്റിൻ്റെ ഒരു കാർഡ് എടുത്തവരെ അങ്ങനെയായിരുന്നു, ഒരു ചെണ്ട വാങ്ങിച്ചവരെ അങ്ങനെയായിരുന്നു, അതുപോലെ ഒരു പ്രണയം വരെ ആക്ച്വലി എൻ്റെ അങ്ങനെയായിരുന്നു. നമ്മൾ അത്രയും തീവ്രമായിട്ട് ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്കെല്ലാം ലഭിക്കും. പക്ഷെ അതിൻ്റെ പുറകെ നമ്മൾ സഞ്ചരിക്കണം. അങ്ങനെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഈ പറയുന്ന പ്രതിസന്ധികളും പ്രശ്നങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും എല്ലാം പണ്ടാറ് ഒരുമിച്ച് വരും. ആ സമയത്തൊക്കെ നമ്മൾ തളർന്നു പോകും, മനുഷ്യനാണല്ലോ. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ ചിറക് ഇങ്ങനെ അറ്റാറ്റി കിടന്നാലും അടിച്ചടിച്ച് ഉയർന്ന് പറന്നങ്ങോട്ട് പോകണം, അത്രേ ഉള്ളൂ. ഞാനിപ്പോൾ ലൈഫിൽ അങ്ങനെ പറന്നിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സഹായിക്കാൻ, നമ്മൾ വീണുപോയാൽ നമ്മളെ എഴുന്നേൽപ്പിക്കാൻ ചുറ്റും അങ്ങനെ ആരും ഇല്ല എന്നൊരു ബോധം നമുക്കുണ്ടായാൽ നമ്മൾ തന്നെ എഴുന്നേൽക്കും. നമുക്ക് എപ്പോഴും കുറേ ആൾക്കാരുണ്ടാകുമ്പോഴാണ് നമ്മുടെ ചുറ്റും വാടാ ഹെൽപ്പ് ചെയ്യടാന്ന് പറയുന്നത്. ആരും ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അവിടെ നോക്കും ഇവിടെ നോക്കും, അതൊക്കെ ഞരങ്ങും എഴുന്നേക്കും പോകും. അപ്പോൾ ഗോഡ് ഫാദർ ഇല്ലാതിരിക്കുന്ന ഒരു കണക്കിൽ നല്ലതാണ്. എന്ന് വെച്ചാൽ നമ്മൾ വീണ് പോയാൽ എന്തൊക്കെ ഇപ്പോൾ നാളെ ഭീകര പ്രശ്നത്തിൽ വീണ്, ഡിപ്രഷൻ, സ്ട്രെസ്, പക്ഷെ എനിക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഞാൻ എല്ലാത്തിനും ഇപ്പോൾ ഭയങ്കര ഒരു ഫണ്ണായിട്ട് കാണുന്ന ഒരാളാണ്. അതായത് ഇപ്പോൾ എനിക്ക് ഉള്ളിൽ ഭയങ്കര പ്രശ്നമുണ്ടെങ്കിലും എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന തന്നോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ തനിക്ക് കിട്ടുന്നൊരു സന്തോഷം അങ്ങനെ തന്നെയാണ്. ഞാനെൻ്റെ പലപ്പോഴും ഒറ്റയ്ക്ക് ചെയ്തിരുന്ന ഷോയുടെ ലിങ്ക് അവസാനിപ്പിക്കുന്ന അങ്ങനെയാണ്. അതായത് ജീവിതം ഒന്നേ ഉള്ളൂ, നാളെ എന്ത് സംഭവിക്കും നമുക്കറിയില്ല. അപ്പം നിങ്ങളുടെ ചുണ്ടിലൊരു പുഞ്ചിരി ഉണ്ടെങ്കിൽ നിങ്ങളെ കാണുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ട്. അതിന് GSTയും ടാക്സും ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല. അപ്പം നിറഞ്ഞ മനസ്സോടെ നല്ലൊരു പുഞ്ചിരി കൊടുത്തുകൊണ്ട് എല്ലാ ദിവസവും മനോഹരമാക്കൂ. നിങ്ങളും സന്തോഷിക്കൂ, നിങ്ങളെ കാണുന്ന ആളെയും സന്തോഷിപ്പിക്കൂ. അങ്ങനെ ഒരു സന്തോഷത്തിന് നേർന്നുകൊണ്ട് ദിസ് ഇസ് RJ സുരാജ് സൈനിങ് ഓഫ് എന്ന് പറഞ്ഞിട്ടാണ് എപ്പോഴും സൈൻ ഓഫ് ചെയ്യുന്നത്. ഇത് ഞാൻ ഖത്തറിലായിരുന്നപ്പോൾ സിനിമാക്കാരൻ എന്ന് പറഞ്ഞ ടാഗിലായിരുന്നു ഇത് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ എത്രയോ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നറിയോ, പുഞ്ചിരിക്കാരൻ വന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ലൈക്ക് ഇഷ്ടമാണ് നമ്മൾ ലൈഫിൽ ചിരിക്കാൻ. ആൾക്കാരിപ്പോൾ ഭയങ്കര പിശുക്കാ അല്ലേ, ചിരിക്കാന്ന് പറഞ്ഞാൽ വലിയ പാടാണ്. ഇവൻ രണ്ട് ആൾക്കാർ വന്നാലും എനിക്ക് പിടിച്ചു എന്തിനാണെന്നറിയില്ല. അതേ സമയത്ത് ചേട്ടാ അറിയില്ലെങ്കിലും ഞാൻ ചിരിച്ചു കാണിക്കും. ഞാനിപ്പോൾ വീട്ടിലുള്ളവരോടും പറയുന്ന ഒരു കാര്യം, നമ്മളെ ഒരാൾ കാണുമ്പോൾ ഒന്ന് ചിരിച്ചിട്ട് സംസാരിക്കുക.
ചിലപ്പോൾ ഇപ്പം നമ്മൾ ഞാൻ ഓഫീസിൽ പോകുന്ന സമയത്ത് എൻ്റെ സെക്യൂരിറ്റി ചേട്ടൻ എപ്പോഴും ഗുഡ് മോർണിംഗ് മോനെ, ഗുഡ് മോർണിംഗ് ചേട്ടാ. സി അപ്പൊ അവർക്ക് കിട്ടുന്നൊരു ഒരു എനർജിയാണ് ഞാൻ പാസ് ചെയ്യുന്നത്, എനർജിയാണ്. ആ എനർജി കൊടുക്കുക എന്ന് പറഞ്ഞാണ്ടല്ലോ, അത് നമ്മൾ ചിലപ്പോൾ പൈസ കൊടുത്താൽ പോലും കിട്ടില്ല ചില സമയത്ത്. ഇതൊരു പോസിറ്റിവിറ്റിയാണ് മാൻ. ലൈക്ക് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല. എന്താ നഷ്ടപ്പെടാൻ? ഒന്ന് ചിരിച്ചുകൊണ്ട് ഒരു ABCDE പറഞ്ഞാൽ മതി. ഒരു ചിരിയാണത്. അത്രയും പോലും ചെയ്യാനായിട്ട് മടിയുള്ള ഒരു സമൂഹമാണെന്ന് പറഞ്ഞാൽ അതിലൊട്ടും തെറ്റ് വിചാരിക്കേണ്ട കാര്യമില്ല. കാരണം ചിരിച്ച എന്ത് പറ്റും? കണ്ടിട്ടില്ലേ ചില തിയേറ്ററിൽ പോയിട്ട് ചില ചേട്ടന്മാരൊക്കെ ഉണ്ട്, കോമഡി ഉണ്ടാലും ചിരിക്കില്ല, ഏറ് പിടിച്ചിരിക്കും, ഇങ്ങനെയൊക്കെ നോക്കും. ചിരിച്ചാ വേണ്ട, നമ്മള് സ്റ്റേജിലൊക്കെ നമ്മൾ ചിരിക്കാൻ തോന്നുമ്പോൾ ചിരിക്കണം, കരയാൻ തോന്നുമ്പോൾ കരയണം. മനുഷ്യന് ഒറ്റ ജീവിതമുള്ളൂ. ഇത് ആരെടുത്താ ഈ അഭിനയിക്കണേ? കണ്ണാടിക്ക് മുമ്പിൽ നിന്നിട്ട് അവസാനം നമ്മൾ ചിന്തിക്കുന്നൊരു ചോദ്യമുണ്ട്, നീ ഇവിടെ ജീവിച്ചോ ഈ ഭൂമിയിൽ? എങ്ങനെ ജീവിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തോ? നമ്മൾ സന്തോഷിച്ചോ? ഇത്രയും വയസ്സായില്ലേ, ഇനി എന്തിനാ അഭിനയിക്കണേന്ന് ചോദിച്ചാൽ അതാണ് സത്യം. നമ്മളെ തന്നെ നമ്മളങ്ങ് കയറൂരി വിടുക എന്ന് വെച്ചാൽ എല്ലായിടത്തും അല്ല, ഒരിടമെങ്കിലും വേണം, ഒരു സ്പേസ്, ഏറ്റവും പേഴ്സണൽ ആയിട്ടുള്ള ഒരു സ്പേസ്. അവിടെയെങ്കിലും നമ്മൾ പൂണ്ട് വിളയാടിയില്ലെങ്കിൽ നമുക്ക് പ്രശ്നമാവും. നമ്മൾ ഭയങ്കര എന്താ പറയുക, ഉള്ളിലൊന്ന് വെച്ച് പുറത്ത് പെരുമാറുന്ന സ്വഭാവം. പക്ഷെ ഒരു സ്പേസിലെങ്കിലും നമ്മളാകണം. അവനവനായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കിട്ടുന്നൊരു സന്തോഷമുണ്ട്, ഒരു വൈബാണത്. അങ്ങനെ ഒരു ഇടം നമ്മൾ കണ്ടെത്തണം. സൂപ്പർ. ഓക്കെ, എന്തായാലും ഇപ്പം ചേട്ടൻ്റെ പ്രൊഫഷനിലേക്ക് വരികയാണെങ്കിൽ ഇപ്പം ഒരുപാട് സൗണ്ട്സ് ഇങ്ങനെ സ്വിച്ച് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അഡ്വർടൈസ്മെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് വോയിസ് കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു ഐക്കോണിക് ആയിട്ടുള്ള എന്തെങ്കിലും വോയിസ്? എനിക്ക് ഞാൻ കുറേ ശബ്ദം കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ കല്യാൺ ജുവലേഴ്സ് മുതൽ പിന്നെ ഇംഗ്ലീഷ് കഫേ മുതൽ നരേഷനും ശബ്ദങ്ങളെല്ലാം. ഇപ്പോൾ ഗോപു നന്ദിലത് ജി മാർട്ട് കേരളത്തിലെല്ലായിടത്തും. ഇത് നമ്മൾ പറഞ്ഞു വരുമ്പോൾ ടാഗ് വരുമ്പോൾ ഗോപു നന്ദിലത് ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും ഇങ്ങനെയാവും. അത് ആ പരസ്യത്തിൻ്റെ വോയിസിൽ അങ്ങനെ പറയുന്നത്. പിന്നെ കോൺവെർസേഷൻ ആകുമ്പോൾ നമ്മളിപ്പോൾ രണ്ടുപേര് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ ചോദിക്കും, ഇപ്പോൾ ഭർത്താവ് ചോദിക്കുകയാണ്, എന്താടോ തൻ്റെ മുഖത്തൊരു സന്തോഷമില്ലല്ലോ? ഭാര്യ പറയുന്നു, അന്ന് നിങ്ങൾ പറഞ്ഞല്ലേ മേടിച്ചു തരാമെന്ന്, എന്നിട്ട് ഇതുവരെയായിട്ട് മേടിച്ചു തന്നിട്ടില്ല. അത്രയേ ഉള്ളൂ. ദേ ഗോപു നന്ദില ജി മാർട്ടിൻ്റെ ഇന്ന മഹോത്സവം നടക്കുകയല്ലേ, നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ നിനക്ക് എന്താ വേണ്ട എല്ലാം മേടിച്ചു തരാം. അപ്പോൾ അവിടെ നിന്ന് ഒരു വോയിസ് ഓവർ കയറും. അതെ, ഗോപു നന്ദില ജി മാർട്ടിൽ അപ്പോൾ എന്താണ് വക്ക ഓഫർ, സ്വർണ്ണ നാണയങ്ങൾ, കാറുകൾ എല്ലാം സമ്മാനം എന്ന് പറഞ്ഞിട്ട് ഈ പരിപാടി അങ്ങ് പോകും. അപ്പോൾ ലാസ്റ്റ് വന്നിട്ട് ഗോപു നന്ദില ജി മാർട്ട് കേരളത്തിൽ എല്ലായിടത്തും. ഇതാണ് പരസ്യം. ഇതിന് പല ലെയറുകളുണ്ട്. ഒന്ന് കോൺവെർസേഷൻ മോഡ്, ഒന്ന് വോയിസ് ഓവർ മോഡ്, പിന്നെ ഒന്ന് ഒരു 5 സെക്കൻഡ് 10 സെക്കൻഡ് ടാഗ് ലൈൻ മാത്രം. അതാ ഞാനിപ്പോൾ പറഞ്ഞ ടാഗ് ലൈൻ എന്ന് പറയുന്നതാണ് കേരളത്തിൽ എല്ലായിടത്തും. അങ്ങനെയാണ് പരസ്യങ്ങളുടെ പരിപാടി പോകുന്നത്. അതിൽ ഇപ്പോൾ പല പിച്ചുകളിൽ പോവാം. നമ്മൾ ഹൈ പിച്ച് പോവാം, ലോ പിച്ച് പോവാം, ഫീല് പോവാം. ഇപ്പോൾ ജുവല്ലേഴ്സിൻ്റെ ഒക്കെ ഫീലാണ് ഭീമ ഗോൾഡ് എന്ന് പറയുന്നത്. ഭയങ്കര നമ്മൾ ആ ഫീല് കൊടുക്കണം എന്ന് അവർ പറയും. പരസ്യത്തിൻ്റെ വ്യത്യാസങ്ങൾ ഇങ്ങനെയാണ്. ചിലതിൽ ഭയങ്കര പ്ലെയിൻ മതി, ചിലതിൽ കുറച്ച് ഫാസ്റ്റായിട്ട് വരണം, ചിലതിൽ സ്ലോ ആയിട്ട് വരണം, ചിലതിൽ ഹസ്കി മോഡ് വേണം, ഭയങ്കര ബേസ് കൂടുതലൊക്കെ ആയിട്ട് പറയണം. ഇപ്പോൾ കാറുകളിലേക്ക് അങ്ങനെ കുറച്ച് വോയിസ് ഒക്കെ അങ്ങനെയൊക്കെയാണ്. എനിക്ക് തോന്നുന്നു കട്ടപ്പ ശബ്ദം ചെയ്തില്ലേ ബാഹുബലിയിൽ, പ്രവീൺ ചേട്ടൻ ഇതിൻ്റെ മെയിൻ ആളാണ്. മൈ ജനറേഷൻ ഡിജിറ്റൽ ഹബ് എന്ന് പറയുന്നത് പുള്ളിയുടെ ശബ്ദത്തിൽ കേൾക്കുമ്പോൾ ഭയങ്കര പരിപാടിയാണ്. അതുപോലെ ഫ്ലവേഴ്സിൽ ആണ് പുള്ളി വോയിസ് ഓവർ കൊടുക്കുന്നത്. ഫ്ലവേഴ്സിൽ പൊടിപൂരം മൈജി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി അങ്ങ് പറഞ്ഞേക്കുമ്പോൾ നമ്മളിങ്ങനെ ഇത് എവിടെ നിന്നാണ് ശബ്ദം തന്നെ, ഭയങ്കര ബേസാ. ശബ്ദത്തിന് ഭയങ്കര സാധ്യതയുണ്ട്. നമ്മളത് കറക്റ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ അടിപൊളിയാണ്. ആ സാധ്യത ഓൾറെഡി മനസ്സിലാക്കിയിട്ടാണോ അതിലേക്ക് ഇറങ്ങിത്തിരിക്കാന്ന്? അന്നൊന്നും അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടായില്ല, പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി. ഇപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ വർക്ക്ഷോപ്പ് എടുത്ത് കൊടുക്കുന്നുണ്ട്. വോയിസ് നമ്മൾ ആരെങ്കിലും ചോദിച്ചാൽ ട്രെയിനിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പൈസ മേടിച്ചിട്ടൊന്നുമില്ല കേട്ടോ, പരിപാടിയൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ക്ലാസ്സുകൾക്ക് നമ്മൾ ചെറിയൊരു പേയ്മെൻറ്റ് മേടിക്കും. കാരണം 2 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഒറ്റയ്ക്ക് നിന്നിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കണം. ഈ പരസ്യം അല്ലെങ്കിൽ ബാക്കി വോയിസ് ഓവറുകൾ, നരേഷൻ, പുസ്തകം, ബുക്ക് റീഡിംഗ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ ലാസ്റ്റ് ഞാൻ നമ്മുടെ നിംനയുടെ ഒരു പുസ്തകത്തിൻ്റെ VO ചെയ്ത് കൊടുത്തേ ഉള്ളൂ. ഇപ്പോൾ ഇനി ഇറങ്ങാനിരിക്കുന്ന 2ാം ഭാഗത്തിൻ്റെ. പിന്നെ അതുപോലെ തന്നെ റാം കെയർ ഓഫ് ആനന്ദി ചെയ്തിട്ട് ഭയങ്കര ഹിറ്റായി. അത് ഞാനും RJ സൂര്യ എന്ന് പറയും, ഞങ്ങൾ ഒരുമിച്ച് ചുമ്മാ ചെയ്തൊരു പരിപാടിയാണ്. ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഈ സാധനം ഇൻസ്റ്റയിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട്. റാം കെയർ ഓഫ് ആനന്ദിൽ ഒരു പോർഷൻ അത് നമ്മൾ വോയിസ് ഓവർ ചെയ്ത് നല്ലൊരു പാട്ട്, നറുപുഷ്പമേ ആ പാട്ടില്ലേ നമ്മുടെ, ആ പാട്ട് വിട്ട് കൊടുത്തപ്പോൾ കയറി. അപ്പോൾ അങ്ങനെ ചില ബുക്ക് റീഡിങ്ങിൻ്റെ പരിപാടിയും ഭംഗിയായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്യുക.
ഇപ്പോൾ ഇത് ഒരു വീഡിയോ ക്ലിക്കായില്ല എന്ന് വെച്ചാൽ നിരാശപ്പെടരുത്, അടുത്ത് ചെയ്യുക. അതും ക്ലിക്കായില്ല എന്ന് വെച്ചാൽ നിരാശപ്പെടരുത്. 100 ആയാലും ചിലപ്പോൾ ക്ലിക്കാവില്ല, വേണ്ട, ചെയ്തുകൊണ്ടേ ഇരിക്കുക. അത് അവനവനും സന്തോഷിച്ചാൽ മതി. ഇപ്പം ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ ഇന്ന് ഞാൻ എന്തെങ്കിലും ചെയ്തു, എനിക്കത് മതി, പ്രൊഡക്റ്റീവായിട്ട് ചെയ്തു. ഇനിയിപ്പോൾ ആ പ്രൊഡക്റ്റീവായിട്ടുള്ള ചെയ്ത പ്രോപ്പർട്ടിയിൽ കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവരാം എന്ന് ചിന്തിക്കണം. എന്തുകൊണ്ട് ക്ലിക്കാവുന്നില്ല, എന്തുകൊണ്ട് ആൾക്കാർ കാണുന്നില്ല. അല്ലാതെ ഇനി ഞാൻ ഇല്ലടോ ഒന്നും കയറാൻ പോകണം, നടപടിയാവണ കാര്യമില്ലെന്ന് പറഞ്ഞാൽ തീർന്ന്. ലൈഫിൽ നമ്മൾ ഡീമോട്ടിവേറ്റ് ആയി പോകും. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമുക്ക് എപ്പോഴും വിചാരിക്കേണ്ട കാര്യം, നമുക്കൊരു ദിവസമുണ്ട്. ആ ഒരു ദിവസത്തിന് വേണ്ടി സമാധാനത്തോടെ, ക്ഷമയോടെ, പോസിറ്റീവോടെ കാത്തിരിക്കുക. ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ദൂരം എന്ന് പറയുന്നത് ചിലപ്പോൾ കൂടുതലായിരിക്കാം. പക്ഷേ നമ്മൾ വളരെ എന്താ പറയുക, കാമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾ എവിടെയാണ് വിചാരിച്ചേ അവിടെ എത്തും. ഇപ്പം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അത്ര ഭാഗ്യമില്ല, ഗോഡ് ഫാദർ ഇല്ല, അതേസമയം തന്നെ നല്ലൊരു ദൈവവിശ്വാസിയാണെന്ന് തോന്നുന്നു. എനിക്ക് വിശ്വാസമുണ്ട്. എന്ന് വെച്ചാൽ ഞാനൊരു ഭയങ്കര അന്ധവിശ്വാസിയല്ല, ദൈവവിശ്വാസിയാണ്. എന്നാലും ചേട്ടൻ പലതിലും പറഞ്ഞിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ദൈവം നമ്മളെപ്പോഴെങ്കിലും ഒരിക്കൽ കാണും, കേൾക്കും എന്നുള്ള. ഉറപ്പായിട്ടും അങ്ങനെ എത്ര സിറ്റുവേഷൻ ഉണ്ടായെന്നറിയോ. ഞാൻ പറഞ്ഞിട്ടുണ്ടോയെന്നറിയില്ല, ഈ ജോലി കഴിഞ്ഞൊക്കെ വരുമ്പോഴേ ഒരു സമയത്ത് റിലയൻസിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര വിശപ്പാണ്. ഭക്ഷണം കഴിക്കാൻ നോക്കുമ്പോൾ ചെറിയ പൈസ ഉണ്ടാവുള്ളൂ, ഈ തുച്ഛമായിട്ടുള്ള ശമ്പളമാണ് അന്ന് ഉണ്ടായിരുന്നുള്ളൂ. നമ്മളൊരു വരാപ്പുഴ ഒരു ബജിക്കടയിൽ പോയിട്ട് ഞാൻ 2 ബജി കഴിച്ചു. അന്ന് എനിക്ക് തോന്നുന്ന ഒരു 5 രൂപ 6 രൂപ എങ്ങാണ്ടാണെന്ന് തോന്നുന്നു. പൈസ ഇല്ല കൊടുക്കാൻ. ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് പോവാണ്, അതായത് ഉടായ്പ കാണിച്ച് പോവാണ്. പക്ഷെ എനിക്ക് എൻ്റെ മനസ്സ് ഭയങ്കര പ്രശ്നമാണ്, പൈസ കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. ഞാൻ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അങ്ങോട്ട് പോയില്ല. ശമ്പളം കിട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും പോയിട്ട് 2 മുളക് ബജി കഴിച്ചു. എന്നിട്ട് 4 എണ്ണത്തിൻ്റെ പൈസ കൊടുത്തു അന്ന് കഴിച്ചതിൻ്റെ. അപ്പോൾ എനിക്ക് ഫൈൻ, സന്തോഷമാണ്. അതുപോലെ ഞാൻ ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ പോയിട്ട് കടയിൽ നിന്ന് എടുത്തിട്ടുണ്ട്, ഓണം നമ്പർ എടുത്തിട്ടുണ്ട്. അല്ലാതെ എടുക്കുന്നത് എങ്ങനെയാണെന്നറിയോ, ഒന്നില്ലെങ്കിൽ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോയി ഇറങ്ങുമ്പോൾ കുറച്ച് പേരൊക്കെ ഉണ്ടാവും, അവരിങ്ങനെ നിർബന്ധിക്കും എടുക്കും. കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ നോക്കുമ്പോൾ ഒരു മഴയത്തൊരു ചേച്ചി കുടയും പിടിച്ച് നിൽക്കുക. അപ്പോൾ ഈ ലോട്ടറി പ്രായമായൊരു ചേച്ചിയാണ്. അപ്പോൾ എനിക്ക് ആ ചേച്ചിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് ഭയങ്കര ഇഷ്ടമായിട്ടോ. എന്താണെന്നറിയോ, ഞാൻ ചെന്നു 2 എണ്ണം എടുത്തു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു മോനെ, അതും കൂടി പോയാൽ അങ്ങോട്ട് പോകുമായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, അയ്യോ അങ്ങനെയാണെങ്കിൽ എടുത്തോന്ന് പറഞ്ഞിട്ട് ഞാൻ 2 100-ൻ്റെ കൊടുത്തു. അപ്പോൾ പുള്ളിക്കടുത്ത് ബാക്കി തരാൻ പോയി, ഇങ്ങനെ ബാക്കി 50 രൂപ തരണമല്ലോ തിരിച്ച്. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ തരാൻ പോയപ്പോൾ പറഞ്ഞു, ചേച്ചി വേണ്ട, ശബരിമലക്കൊക്കെ പോകുന്നില്ല, ദക്ഷിണയായിട്ട് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു. അയ്യോ അത് പറ്റില്ല, അതിനൊക്കെ ഇനിയും സമയമുണ്ട്. എന്നിട്ട് ആ 50 രൂപ എടുത്ത് തരികയാണ്. കണ്ടോ, എനിക്ക് അവർക്ക് കിട്ടുന്ന ഒരു കമ്മീഷൻ ചിലപ്പോൾ അത്രേ ഉണ്ടാവുള്ളൂ, പക്ഷെ അവർക്ക് വെറുതെ വേണ്ട, അവർ പണിയെടുത്തതിനുള്ള കൂലി അവർക്ക് മതി. അപ്പോൾ അവരൊക്കെ ഈ പ്രായത്തിലും കാണിക്കുന്ന ഒരു ആത്മാർത്ഥതയുണ്ട് ജീവിതത്തോട്. ഇതൊക്കെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഞാൻ ആലോചിക്കാറ്, ഞാൻ അവിടെ നിന്ന് ഓഫീസ് വരെ ആലോചിച്ചൊരു കാര്യമാണ്. ഇങ്ങനെ വഴിവഴിക്കിൽ നിൽക്കുന്ന ചേച്ചിമാരും, അല്ലെങ്കിൽ ഈ പ്ലാസ്റ്റിക് ശേഖരിക്കാൻ പോകുന്ന ചേച്ചിമാരും, അല്ലെങ്കിൽ തൊഴിലുറപ്പിന് പോകുന്ന ചേച്ചിമാരും ചേട്ടന്മാരും എല്ലാവരും ലൈഫിൽ കാണിക്കുന്ന, അവർക്ക് ഇല്ലായ്മയുണ്ട്, പക്ഷെ എന്ന് കരുതിയിട്ട് ഒരാളിനെ തട്ടിപ്പറിക്കാനോ അല്ലേ കൈയിട്ട് വരാനോ പോകുന്നില്ല. അവരവർ ജോലി ചെയ്തുണ്ടാക്കുന്ന ആ പൈസ കൊണ്ടാണ് അവർ ജീവിക്കുന്നത്. അവർ ഹാപ്പിയാണെന്നേ. പിന്നെ എങ്ങും എത്താൻ പറ്റിയില്ല എന്നൊക്കെ പറയുന്നത് നമുക്ക് കഴിവുണ്ടായിട്ട് എത്താൻ പറ്റാത്തതിൻ്റെ പ്രശ്നങ്ങളാണ്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ പ്ലാറ്റ്ഫോം, വേദി കൊടുക്കുക. സാധാരണക്കാർക്ക് അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന കലാകാരന്മാർക്ക് ഒരു വേദി കൊടുക്കുക. അവർക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കട്ടെ. ആ തെളിഞ്ഞാൽ മാത്രമേ നടപടിയാവുള്ളൂ. ഇപ്പം ഞാൻ ഈ ആങ്കറിങ്ങിൻ്റെ പല ചാനലിൽ പോകുമ്പോഴൊക്കെ പറയുന്നത്, അത് റിയാലിറ്റി ഷോ ഒരു സെലിബ്രിറ്റി ആയിരിക്കും ചെയ്യുന്നത് സുരാജെ, നമുക്ക് വേറെ വരട്ടെ നോക്കാം. അപ്പം ഞാൻ പറയും, ഇവരാദ്യം ചെയ്യുമ്പോൾ സെലിബ്രിറ്റി ആയിരുന്നില്ലല്ലോ, പിന്നെയല്ലേ സെലിബ്രിറ്റി ആയേ. അപ്പം നമുക്കൊരു അവസരം തന്ന് നോക്കിക്കൂടെ, ഒരു ഓഡീഷൻ തന്നാൽ മതി. നമ്മുടെ പെർഫോമൻസ് മോശം അല്ലെങ്കിൽ പറഞ്ഞു വിട്ടോളൂ. ചില സമയത്ത് സംഭവിക്കില്ല, അത് നമ്മുടെ ഭാഗ്യക്കേടാണ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഭാഗ്യക്കേട്. എനിക്ക് കുറേ ഭാഗ്യക്കേട് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഫ്ലവേഴ്സിനൊക്കെ വേണ്ടിയിട്ട് പോയിട്ട് ഡ്രസ്സെല്ലാം വാങ്ങിച്ചിട്ട് പോയിട്ട് എന്താണ് കാരണമെന്ന് അറിയാണ്ട് പോലും തിരിച്ചു വന്നിട്ടുണ്ട്. പക്ഷെ അത് അവർ ലാസ്റ്റ് മൊമെൻറ്റിൽ ഒരു തീരുമാനം എടുക്കുകയാണ്, ഒരു ആങ്കർ മതി എന്നുള്ളത്. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല, കാരണം അവരുടെ ജഡ്ജ്മെൻറ്റ് ചിലപ്പോൾ കറക്റ്റ് ആയിരിക്കാം. പക്ഷെ എന്നെ സംബന്ധിച്ചിട്ട് ഭയങ്കര നഷ്ടമായി പോയത്. എനിക്കത് കിട്ടാതെ ചിലപ്പോൾ കിട്ടിയിരുന്നെങ്കിൽ 4 ആൾ അറിഞ്ഞാനേ. അപ്പോൾ ഈ പറയുന്ന ഏതെങ്കിലും റിയാലിറ്റി ഷോയിലേക്ക് നമുക്കും കയറായിരുന്നു. പക്ഷേ അതിനൊക്കെ ഒരു ദൈവം മറ്റേ ഓരോ അരിമണിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, ഇവൻ ഈ 2025 ഒരു കാന്താര കൊടുത്തേക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞിത്രേ ഉള്ളൂ, നമുക്കുണ്ട്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. പതിയെ അങ്ങോട്ട് പോവാം. ഇപ്പം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗോഡ് ഫാദർ ഒന്നും ഇല്ല എന്നുള്ളത്. പക്ഷെ പലപ്പോഴും ഫ്രണ്ട്സ് എന്നുള്ളത് നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ പാർട്ടായിട്ട് വരാറുണ്ട്. ഫ്രണ്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഓരോ മൊമെൻറ്റിലും ഓരോ കാര്യങ്ങളിലും ഒക്കെ ഉണ്ടാവുന്ന ആൾക്കാരാണ്. അപ്പോൾ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിനെ ഇപ്പോൾ ചേട്ടൻ്റെ ലൈഫിൽ എങ്ങനെയൊക്കെ ഡിഫൈൻ ചെയ്യുന്നത്, ഏതൊക്കെ റോൾസിലൊക്കെയാണുള്ളത്? സൗഹൃദം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഒരു ഉത്തരവാദിത്വമാണ്. അതായത് നമ്മൾ കുറച്ച് ആത്മാർത്ഥമായിട്ടൊരു സമീപനമാണെങ്കിൽ നമുക്കത് തിരിച്ചു കിട്ടും. അങ്ങനെ നമ്മളുടെ ഒരേ വൈബുള്ള ആൾക്കാർ നമുക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അത്
നമ്മൾ പാർട്ടി വൈബിന് വേണ്ടി മാത്രമാകരുത്. ഇപ്പം നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മളൊന്ന് തളർന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ കണ്ണൊന്ന് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ സമയത്തൊക്കെ നമ്മളുടെ അടുത്ത് ഓടിയെത്തുന്ന കുറേ ആൾക്കാരുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്കറിയാൻ പാടില്ല, പക്ഷേ വരും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു തെറ്റ് ചെയ്തു, നമുക്കത് ലോകത്തോട് പറയാൻ പറ്റില്ല, പക്ഷേ നമുക്കതൊന്ന് കൺഫസ് ചെയ്യണമെങ്കിൽ ആ വ്യക്തിയുടെ അടുത്ത് പോയി പറഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം സെറ്റായിട്ടിരിക്കും. ഈവൻ ഏറ്റവും അടുത്ത ഒരാളുടെ കൂടെ ഒരു അരണ്ട വെട്ടത്തിൽ കുറച്ച് നേരം ഇരുന്നാൽ പോലും അത് വളരെ ഭംഗിയുള്ള പരിപാടിയാണ്. നമുക്ക് എപ്പോഴും 10 പേരോ 5 പേരോ എന്നല്ല, ഒരൊറ്റൊരാൾ മതി നമ്മളെ അറിയുന്ന, മനസ്സിലാക്കുന്ന, നമ്മുടെ ഹൃദയത്തെ അല്ലെങ്കിൽ മനസ്സിൻ്റെ കലവറ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാൾ. അതൊരാണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, ആ ഒരു വ്യക്തി നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഭയങ്കര ഒരു സ്ട്രോങ് ഫീലാണ്. പക്ഷേ അതേസമയം അതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ആ വ്യക്തി എപ്പോഴെങ്കിലും ഒരു മൈന്യൂട്ട് മിനിറ്റിൽ നമ്മൾ മൈൻഡ് ചെയ്യാൻ നമുക്ക് പ്രശ്നമാകും. അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ഈ സൗഹൃദത്തിനെ എപ്പോഴും നമ്മൾ അങ്ങനെ രണ്ടായിട്ട് ഡിഫൈൻ ചെയ്യണം. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ അവരുടെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഫോൺ എടുത്തില്ലെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കാര്യം ചോദിച്ചിട്ട് ചിലപ്പോൾ റിപ്ലൈ കിട്ടിയില്ലെങ്കിൽ അവർ തിരക്കാണ്, അവരുടെ ജോലി തിരക്കായിരിക്കാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിൽക്കായിരിക്കാം. നമ്മളിതൊന്നും മനസ്സിലാക്കാണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ആവശ്യത്തിന് വേണ്ടി ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ചീത്ത പറയും. പക്ഷെ കുറച്ച് കഴിയുമ്പോഴാണ് അവൻ പറയുന്നത്, ഞാൻ എൻ്റെ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയായിരുന്നു, അല്ലെങ്കിൽ അവൻ്റെ വണ്ടി എടുക്കുക. ആ മൊമെൻറ്റിൽ ഉണ്ടാകുന്നൊരു കുറ്റബോധം ഇല്ലിച്ചു. അപ്പോൾ വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ, ബിസി ആയിക്കഴിഞ്ഞാൽ, ഞാൻ ചിലപ്പോൾ ഫോൺ ബിസി ആയിരിക്കും, 12 മിസ് കോളൊക്കെ വന്നിട്ടുണ്ട്. എന്നിട്ട് എടുത്ത് പൂരത്തരിക. അപ്പം ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എടാ എനിക്കൊരു ഓപ്പോസിറ്റീവ് ബ്ലഡ് വേണം, അതിന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അല്ലെങ്കിൽ എനിക്കൊരു സിനിമയുടെ ഓഡീഷൻ്റെ ഡയറക്ടറായിരുന്നു എന്ന് പറയുമ്പോൾ അവിടെ തീർന്നു, ഒറ്റ വാക്കിൽ തീരും. പക്ഷെ ആ 12 മിനിറ്റ് അല്ലെങ്കിൽ 12 മിസ് കോളിൻ്റെ ഇടയിൽ ആ വ്യക്തി ചിന്തിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ആലോചിച്ച് നോക്ക്. ഇത്രയും വർഷമായിട്ട് എന്നെ അറിയാവുന്ന ഒരാൾ എൻ്റെ 12 മിസ് കോളിൻ്റെ എടുത്തില്ല എന്ന് പറഞ്ഞ് ചിന്തിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്, ഇല്ലേ? നമ്മൾ അതുപോലെ തന്നെയാണ്. ഇപ്പോൾ നമുക്ക് ഒരു ഗ്യാങ്ങായിട്ട് നിൽക്കുന്നു, അതിൽ ഒരാൾ ഇപ്പം ഞാൻ തന്നെ എന്നെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു കാര്യം ഇവർക്ക് പറയാനുണ്ടെങ്കിൽ അത് ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യണം. ഞാനില്ലാത്തപ്പോഴല്ല ഡിസ്കസ് ചെയ്യേണ്ടത്. അത് നമ്മൾ പ്രായം കൂടുന്തോറുമാണ് ഇത് മനസ്സിലാക്കപ്പെടുന്നത്. നമ്മളുടെ അടുത്ത് ഓപ്പണായിട്ട് നമ്മളെക്കുറിച്ചുള്ള മോശവും നല്ലതും പറയുമ്പോഴല്ലേ ഫ്രണ്ട്ഷിപ്പ് ആവുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ബാക്കി ആൾക്കാരും ഫ്രണ്ട്സും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? അപ്പോൾ സൗഹൃദത്തിൽ എപ്പോഴും വേണ്ടത് ബി ഓപ്പൺ അപ്പ്. നിങ്ങൾ മോശമാണെന്നോ അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന ആളാണ്, നിങ്ങളൊരു ചെറ്റാണെന്ന് പറഞ്ഞാലൊന്നും പോകുന്ന ഫ്രണ്ട്ഷിപ്പ് ഒന്നും അല്ലത്. ഇതൊക്കെ നമ്മുടെ രക്തത്തിൽ കിടന്ന സൗഹൃദങ്ങളാണ്, അതൊന്നും ഒരിക്കലും പോവില്ല. അപ്പോൾ ഒരാളില്ലാത്ത സ്പേസിലല്ല അയാളെക്കുറിച്ച് പറയേണ്ടത്. അത് എത്ര വലിയ കൂട്ടുകാരാണെങ്കിലും അയാളെക്കുറിച്ച് പറയാനുള്ളത് അയാളുടെ മുഖത്ത് നോക്കിയാണ് പറയേണ്ടത്. പിന്നെ അയാളുടെ സിറ്റുവേഷൻസ് എപ്പോഴും മനസ്സിലാക്കുക. അണ്ടർസ്റ്റാൻഡിങ് ആണ് ഒരു സൗഹൃദത്തെ മുന്നോട്ട് നയിക്കുന്നത്. അതില്ല എന്നുണ്ടെങ്കിൽ കാര്യമില്ല, എത്ര ക്ലോസ് ആണെങ്കിലും കാര്യമില്ല. പരസ്പരം ഒരു സ്പേസ് കൊടുക്കുക, പരസ്പരം റെസ്പെക്റ്റ് കൊടുക്കുക. പ്രത്യേകിച്ച് മൂഡ് സ്വിങ്സ് ഉള്ള ആൾക്കാരൊക്കെ ആണെങ്കിൽ അത് ആ മൈൻഡിൽ തന്നെ എടുക്കണം. ആയിക്കോട്ടെ, നമ്മൾ ചൂടായിക്കോട്ടെ, നമ്മൾ ദേഷ്യപ്പെട്ടോട്ടെ, നമ്മൾ എന്തുകൊണ്ട് ചെയ്തോ, പക്ഷേ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സോറി പറയാനായിട്ടുള്ളൊരു മനസ്സുണ്ടാവണം. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സോറി പറയണം. ആ സോറി പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവിടെ വരുന്നത് ഈഗോ ആണ്. പിന്നെ ചെറിയ പരിപാടി വലുതാക്കി ആ ബന്ധം അങ്ങോട്ട് നശിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ ലൈഫിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തി പോയി കഴിഞ്ഞാൽ കുറേ പേരെ പിന്നെയും കിട്ടും. അതുപോലത്തെ ഒരു വ്യക്തിയെ പിന്നെ ഒരിക്കലും കിട്ടില്ല. കാരണം ആ വ്യക്തിയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു സന്തോഷമുണ്ട്. നമ്മളുടെ ചുണ്ടിലൊരു പുഞ്ചിരി വിടരുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരനായിട്ടുള്ള ഒരാളെ ഒരിക്കലും നമ്മൾ കൈവിടരുത്. എല്ലാ ഗ്യാങ്ങിലും പോയിട്ട് നമുക്ക് ചൈൽഡിഷ് ആവാൻ പറ്റുമോ? ഇല്ല. എല്ലാ ഗ്യാങ്ങിലും പോയിട്ട് നമുക്ക് അലമ്പാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ ആ അലമ്പാൻ പറ്റുന്നതും ചൈൽഡിഷ് ആവാൻ പറ്റുന്ന ചില ഇടങ്ങളുണ്ട്. വളരെ ആത്മാർത്ഥമായിട്ട് വളരെ നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു സ്പേസ് ഉണ്ട്. ആ സ്പേസിലുള്ള ആൾക്കാരെ നമ്മൾ വിടാണ്ടിരിക്കുക. അങ്ങനെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ നഷ്ടമാണ്. അതാണ് സൗഹൃദം. ഓക്കെ, അപ്പോൾ സുരാജ് ചേട്ടാ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ സംസാരിച്ചു. താങ്ക് യു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ചേട്ടൻ്റെ കരിയറിൽ ലൈഫിൽ ഇനിയും ഒരുപാട് റെക്കഗ്നീഷൻസ് ഉണ്ടാവട്ടെ, ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും ബിഫോർ വൈൻഡിങ് അപ്പ് നമ്മുടെ ഒരു ചെറിയൊരു നോട്ട് സ്റ്റോറി സെറ്റിന് വേണ്ടിയിട്ട് ഞാൻ എഴുതണോ? യെസ്, എഴുതണം. ഇതിനൊരു ഭീകര പ്രശ്നം എന്താണെന്നറിയോ? ഞാൻ എഴുതുന്നത് എനിക്ക് മാത്രമേ വായിക്കാൻ പറ്റൂ. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താ കാക്ക ചെക്ക് ചെയ്തോ അങ്ങനെയൊക്കെ പറയാം. അപ്പം ഞാൻ എൻ്റെ ഓഫീസിൽ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഞാൻ പറയും വോയിസ് എടുക്കാണ്ടെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കുമല്ലോ. കൊടുക്കുന്ന സമയത്ത് അവർ പറയും ഇതെന്താണിത് അറബിയാ? അപ്പം ഞാൻ പറയും ഞാനും ഭരതൻ സാറും പത്മനാഭൻ സാറൊക്കെ എഴുതിയ അങ്ങനെ മറ്റാർക്കും വായിക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് മാത്രം. ഇങ്ങനെയാണ് ഞാൻ എന്നെ തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടുന്നത്. ഈ പറഞ്ഞ പോലെ എഴുത്തിത്തിരി പ്രശ്നമാണ്. കാരണം ഓട്ടോഗ്രാഫ് എഴുതാൻ പറഞ്ഞാൽ പോലും ഞാനിങ്ങനെ ആലോചിക്കും, ദൈവമേ ഇത് എങ്ങനെ എഴുതുക? എൻ്റെ വീട്ടിലിപ്പോൾ എൻ്റെ കൊച്ചിൻ്റെ ഹാൻഡ് റൈറ്റിംഗ് കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇപ്പം എൻ്റെ മോൻ തന്നെയാണ് എന്ത് മനോഹരമായിട്ട് എഴുതുന്നത്. പക്ഷെ ഞാനിപ്പോഴും ഭയങ്കര മോശമാണ് കേട്ടോ ഹാൻഡ് റൈറ്റിംഗ്. ആ മോശം ഹാൻഡ് റൈറ്റിംഗ് വെച്ചിട്ട് കുറച്ച് നല്ല വാക്കുകൾ എഴുതാം. പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വന്നത് മാത്രമാണ്. ഓക്കെ, എന്താണെന്ന് വെച്ചാൽ അത്രയേ ഉള്ളൂ. ഓക്കെ ഏട്ടാ. അപ്പോൾ
താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ഇതുപോലെ വീണ്ടും ഒരു വേദി കിട്ടിയതിൽ ഒരുപാട് സന്തോഷം. ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട്, ആർജെ ആണല്ലോ, അപ്പോൾ ഒരു ഫുൾ സ്റ്റോപ്പ് ഇല്ല. എനിക്ക് കോമ മാത്രമേ ഉള്ളൂ ലൈഫിൽ. ഈ കോമയിലൂടെ പോകുന്ന സമയത്ത് ഫുൾ സ്റ്റോപ്പ് ഇടാൻ പലപ്പോഴും മറന്നു പോകാറുണ്ട്. അത് ലൈഫ് അങ്ങനെയാണ്. അതുകൊണ്ടാണ് അങ്ങനെ നിങ്ങൾ ബോറടിപ്പിച്ചെങ്കിൽ ഐ ആം സോ സോറി. അതല്ല, ലൈഫിൽ ഒരു സാധാരണക്കാരനിലൂടെ വന്നിട്ട് എന്തൊക്കെയോ ആയിന്ന് ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല, പക്ഷേ കുറച്ച് കാര്യങ്ങൾ നേടിപ്പിടിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് മോട്ടിവേറ്റ് ആയിട്ടുണ്ടെങ്കിൽ, ഒന്ന് ചെറുതായിട്ടെങ്കിലും ഒരു 10% ഇൻസ്പയർ ആയിട്ടുണ്ടെങ്കിൽ ഐ എം സോ ഹാപ്പി. ലൈഫ് ഒന്നേ ഉള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബി ഹാപ്പി ആൻഡ് ബി ഹാപ്പി. Sure, always. So, thank you so much. താങ്ക് യു സോ മച്ച് ഡിയർ, ആൻഡ് വിഷ് ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ ഈ പരിപാടി വൻ ഹിറ്റ് ആവട്ടെ, ഒരുപാട് വലിയ സെലിബ്രിറ്റീസ് ഒക്കെ വന്നിരിക്കട്ടെ, ആൻഡ് നിങ്ങളെക്കുറിച്ചൊക്കെ ആൾക്കാർ സംസാരിക്കട്ടെ. നന്നായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരാളാണ്, നല്ല ചിരിയാണെന്നൊക്കെ പറയട്ടെ. നല്ല ചിരിയാണ്, നല്ല പരിപാടിയായിട്ട് മുന്നോട്ട് പോകും. വിഷ് ഓൾ ദി ബെസ്റ്റ്. ഗോഡ് ബ്ലെസ് യു. Thank you so much.